എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എജുസോണിൻ്റെ ഫിസിക്സ് വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ ഒന്നാമത്തെ പാഠമായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്നുള്ള പാഠമാണ്. ഇതിൽ പ്രധാനമായിട്ടും 8 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് ടോപ്പിക്കുകളെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എനർജി ട്രാൻസ്ഫോർമേഷൻ അഥവാ ഊർജ പരിവർത്തനം. ഉദാഹരണമായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബുകൾക്കുള്ള ഊർജം ഇലക്ട്രിക് എനർജിയാണ് അഥവാ വൈദ്യുതോർജ്ജമാണ്. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുന്നതോ പ്രകാശോർജ്ജം അഥവാ ലൈറ്റ് എനർജി. അപ്പോൾ ഇലക്ട്രിക് എനർജിയെ ലൈറ്റ് എനർജിയാക്കി, വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി. അതുപോലത്തെ ഉദാഹരണങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അടുത്തതായിട്ട് ചാർജ്, കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ചാർജുകളും കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത, മറ്റൊന്ന് പൊട്ടൻഷ്യൽ വ്യത്യാസം. മൂന്നാമത്തെയും നാലാമത്തെയും ടോപ്പിക്കുകൾ അറേഞ്ച്മെന്റ് ഓഫ് ബൾബ് അഥവാ ബൾബുകളുടെ ക്രമീകരണം, അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് അഥവാ പ്രതിരോധങ്ങളുടെ ക്രമീകരണം. നിങ്ങൾ കഴിഞ്ഞ വർഷം ധാരാവൈദ്യുതി കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ സെല്ലുകളുടെ ക്രമീകരണം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതുപോലെ നമ്മൾ ഇവിടെയും ഈ ബൾബുകളെയും പ്രതിരോധങ്ങളെയും സീരീസ് ആയിട്ടും പാരലലായിട്ടും അഥവാ ശ്രേണി രീതിയിലും സമാന്തരമായിട്ടും ഘടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. അടുത്ത ടോപ്പിക് ഹീറ്റിംഗ് ഇഫക്റ്റ് അഥവാ താപഫലം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇസ്തിരി പെട്ടി ഒന്ന് ഓർത്തു നോക്കുക. അതിലേക്ക് നമ്മൾ വൈദ്യുതോർജ്ജം കൊടുക്കുന്നു, ഇലക്ട്രിക് എനർജി കൊടുക്കുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്നതോ ഹീറ്റ് എനർജി അഥവാ താപോർജ്ജം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുക. അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു നിയമം നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ജൂൾസ് ലോ അഥവാ ജൂൾ നിയമം. അതുമായി ബന്ധപ്പെട്ട ആ നിയമവുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസും നമ്മൾ ആ ഭാഗത്ത് ചെയ്യും. അതിൽ തന്നെ പഠിക്കാനുള്ളതാണ് യൂസസ് ഓഫ് ഹീറ്റിംഗ് ഇഫക്റ്റ്. ഈ താപഫലത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 2 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഒന്ന് ഹീറ്റിംഗ് കോയിലിനെ കുറിച്ചും മറ്റൊന്ന് സുരക്ഷാ ഫ്യൂസും. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് പവർ അഥവാ വൈദ്യുത പവർ. അവിടെ നമ്മൾ കുറച്ച് ഇക്വേഷൻസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ചെയ്യും. അടുത്തത് ആംബിയറേജ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിനെ എത്ര ആംബിയറേജ് വേണം എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുക. ഇനി അവസാനമായിട്ട് ലൈറ്റിംഗ് ഇഫക്റ്റ് അഥവാ പ്രകാശഫലം. നമ്മൾ ഇലക്ട്രിക് എനർജി കൊടുത്തിട്ട് പ്രകാശത്തിനെ അല്ലെങ്കിൽ ലൈറ്റിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു അല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രകാശഫലം എന്നുള്ളത് പഠിക്കുന്നത്. അവിടെ 3 ബൾബുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻകാൻഡസെന്റ് ലാമ്പ് അഥവാ ഫിലമെന്റ് ലാമ്പ്, 2 ഡിസ്ചാർജ് ലാമ്പ്. CFL പോലത്തെ ബൾബുകളൊക്കെ ഈ ഗണത്തിലാണ് പെടുക. അവസാനമായിട്ട് LED. ഓക്കെ, ഈ 3 ബൾബുകളാണ് ആ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലെ ടോപ്പിക്സുകൾ. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക, ഈ പാർട്ടിൽ ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ 2 ടോപ്പിക്കുകളാണ്. അഥവാ എനർജി ട്രാൻസ്ഫോർമേഷനും ചാർജ്, കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കുകളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ഈ പാഠഭാഗത്ത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് എനർജി ട്രാൻസ്ഫോർമേഷൻ അഥവാ ഊർജ പരിവർത്തനത്തിനെ കുറിച്ചാണ്. എന്താണ് എനർജി ട്രാൻസ്ഫോർമേഷൻ അഥവാ ഊർജ പരിവർത്തനം? An energy can be converted into another energy. ഒരു ഊർജത്തിനെ മറ്റൊരു ഊർജമാക്കി മാറ്റാൻ കഴിയും. അതാണ് ഊർജ പരിവർത്തനം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിയമം നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? ആ ഒരു നിയമം നമുക്ക് ഒന്നും കൂടി നോക്കാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അഥവാ ഊർജ സംരക്ഷണ നിയമം. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അഥവാ ഊർജ സംരക്ഷണ നിയമം? ആൻ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഒരു ഊർജത്തിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല, പക്ഷേ ആ ഊർജത്തിനെ മറ്റൊരു ഊർജമാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഏതാനും ചില ഉദാഹരണങ്ങളാണ്. ഈ ഊർജ പരിവർത്തനത്തിന് ഏതാനും ചില എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക, ഒരു ഉപകരണം തരും, ആ ഉപകരണത്തിൻ്റെ ഊർജ പരിവർത്തനം എനർജി ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ വേണ്ടിയാണ് ചോദിക്കുക. അപ്പോൾ നമുക്ക് ഓരോ ഉപകരണങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് ബൾബ് അഥവാ വൈദ്യുത ബൾബ്. ഇലക്ട്രിക് ബൾബിലെ എനർജി ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ഇലക്ട്രിക് എനർജി കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി. വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമാക്കി മാറ്റുന്നു. സെക്കൻഡ് വൺ, ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് ഫാൻ അഥവാ വൈദ്യുത ഫാനിൽ ഇലക്ട്രിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു അഥവാ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു.
മൂന്നാമതായിട്ട് സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററിയിൽ ചാർജിങ്ങിൻ്റെ സമയത്തുള്ള ഊർജ്ജ പരിവർത്തനം, എനർജി ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ഇലക്ട്രിക് എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു, അഥവാ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. നാലാമതായി ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കറിൽ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു, അഥവാ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അഞ്ചാമതായിട്ട് ഇലക്ട്രിക് അവൻ. ഇലക്ട്രിക് അവനിൽ ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, അഥവാ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. ആറാമതായി ഇലക്ട്രിക് കുക്കർ. ഇലക്ട്രിക് കുക്കറിലും വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു, അഥവാ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. ഏറ്റവും അവസാനം മിക്സി. മിക്സിയിൽ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റും, അഥവാ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ള ഏതാനും ചില ഉദാഹരണങ്ങൾ. അപ്പോൾ നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് ചാർജാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നൊക്കെ. ഈ ചാർജുകളെ സൂചിപ്പിക്കുന്ന ചിഹ്നം Q. ഓക്കെ, ഇനി ഈ ചാർജുകൾക്കൊരു യൂണിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് നീളത്തിന് നമ്മൾ സെൻറ്റിമീറ്റർ, മീറ്റർ എന്ന് പറയുന്ന പോലെ, അതല്ലെങ്കിൽ മാസുകൾക്ക് കിലോഗ്രാം എന്നുള്ള യൂണിറ്റ് പറയുന്ന പോലെ ചാർജുകൾക്കൊരു യൂണിറ്റ് ഉണ്ട്. എന്താണത്? കൂളോം. സി. ഓക്കെ, കൂളോം. ഇതാണ് ചാർജുകളുടെ യൂണിറ്റ്. ഇനി ഞാൻ ഒരു ചാലകം സങ്കല്പിക്കാം. ഈ ചാലകത്തിലൂടെ അങ്ങനെ ചാർജുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഒരു കണ്ടക്ടറിലുള്ള ചാർജുകൾ എന്ത് ചെയ്യാണ്? ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് 2 സെക്കൻഡ് കൊണ്ട് 10 കുളോം, അല്ലേ? കുളോമാണ് ഇതിൻ്റെ യൂണിറ്റ്. 2 സെക്കൻഡ് കൊണ്ട് 10 കുളോം ചാർജ് ഒഴുകി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് ഒഴുകിയിട്ടുണ്ടാകും? 2 സെക്കൻഡ് കൊണ്ട് 10 കുളോം. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് 5 കുളോം, അല്ലേ? 5 കുളോം ചാർജുകളാണ് ഒഴുകിയിട്ടുണ്ടാവുക. അതുപോലെ അടുത്ത ഉദാഹരണം നോക്കാം. 5 സെക്കൻഡ് കൊണ്ട് 20 കുളോം ചാർജ് ഒഴുകി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര കുളോം ചാർജ് ഒഴുകിയിട്ടുണ്ടാകും? എത്ര ഉണ്ടാവും? 5 സെക്കൻഡ് കൊണ്ട് 20. അങ്ങനെയാണെങ്കിൽ 4 കുളോം ചാർജ് ഒഴുകിയിട്ടുണ്ടാകും, അല്ലേ? എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് നോക്കാം. 2 സെക്കൻഡ് കൊണ്ട് 10 കുളോം. എങ്ങനെ 5 കിട്ടി? 10/2. 5 സെക്കൻഡ് കൊണ്ട് 20 കുളോം ചാർജ്. എങ്ങനെ 1 സെക്കൻഡ് കൊണ്ട് 4. എങ്ങനെ കിട്ടി? 20/5. അങ്ങനെ 1 സെക്കൻഡ് കൊണ്ട് ഒഴുകിയ ചാർജുകളെ നമുക്ക് വിളിക്കാം ഇലക്ട്രിക് കറന്റ്. ഓക്കെ, ഇലക്ട്രിക് കറന്റ് അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത പ്രവാഹ തീവ്രത. ഇതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം I. അപ്പൊ നോക്കുക, 1 സെക്കൻഡ് കൊണ്ട് ഒഴുകിയ ചാർജുകളുടെ അളവാണ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത. ദ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ. ഇതിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. കഴിഞ്ഞ വർഷം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ആംബിയർ, ചിഹ്നം A. ആംബിയർ എന്നുള്ളതാണ് യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 5 ആംബിയർ, 4 ആംബിയർ എന്നിങ്ങനെ പറയാം. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ, അതും നമുക്ക് ഈ ഉദാഹരണത്തിൽ നിന്ന് തന്നെ കണ്ടെത്താം. നോക്കുക, എങ്ങനെ എനിക്ക് 5 ആംബിയർ 4 ആംബിയർ ഇങ്ങനെ കറണ്ട് കിട്ടി? എങ്ങനെ കിട്ടി? ഇവിടെ നോക്കുക, 10/2 ചാർജുകളുടെ അളവ് ഹരിക്കണം സമയം, അല്ലേ? 10/2. അടുത്തതാണെങ്കിലോ 20/5, 20 കുളോം ഹരിക്കണം 5 സെക്കൻഡ്. എങ്ങനെ കിട്ടിയത്? ചാർജുകളുടെ അളവ് ചിഹ്നം എന്തായിരുന്നു? Q ഹരിക്കണം സമയത്തിന് ചിഹ്നം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും T, അല്ലേ? Q/T ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? കറണ്ട്. കറണ്ട് ചിഹ്നം എന്താ? I. അപ്പൊ നമുക്കൊരു സമവാക്യം കിട്ടി, ഇക്വേഷൻ കിട്ടി. I = Q/T. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ സമവാക്യം, ഇക്വേഷൻ. ഓക്കെ, I = Q/T. Q എന്ന് വെച്ചാൽ ചാർജുകളുടെ അളവ്,
ടി എന്ന് വെച്ചാൽ സമയം. അപ്പോൾ ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ചാർജിന്റെ ചിഹ്നം Q. ഓക്കെ, ചാർജിന്റെ യൂണിറ്റോ കുളോം, അതിനെ റെപ്രസെന്റ് ചിഹ്നം C. അടുത്തത് ഇലക്ട്രിക് കറന്റ്. എന്തായിരുന്നു ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത? ദ ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജുകളുടെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത, ചിഹ്നം I. ഇതിന്റെ യൂണിറ്റ് ആംപിയർ, ചിഹ്നം A. ഓക്കെ, ഇത് കാണുന്ന സമവാക്യം I സമം Q/T. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഈ ഒരു സമവാക്യം കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ സമവാക്യം ഉപയോഗിച്ചിട്ട് ഏതാനും ചില പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 15 coulomb ചാർജ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 3 സെക്കൻഡ്, കാൽക്കുലേറ്റ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. ഒരു ചാലകത്തിലൂടെ 3 സെക്കൻഡ് കൊണ്ട് 15 coulomb ചാർജ് ഒഴുകിയെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ തന്നിരിക്കുന്ന മൂല്യങ്ങൾ, വാല്യൂസ് ഫുൾ എടുത്ത് എഴുതണം. ഏതൊക്കെ തന്ന മൂല്യങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ നോക്കുക, ഈ 15 coulomb ചാർജ് തന്നിട്ടുണ്ട്, കണ്ടക്ടർ ഇൻ 3 സെക്കൻഡ് അല്ലേ, 3 സെക്കൻഡ് കൊണ്ട് 15 coulomb. ഇവ രണ്ടുമാണ് ഇതിലുള്ള മൂല്യങ്ങൾ. അപ്പൊ അത് ആദ്യം എടുത്ത് എഴുതണം. എന്തൊക്കെ എടുത്ത് എഴുതാൻ നോക്കട്ടോ. 15 coulomb ചാർജ്, ചാർജിന്റെ ചിഹ്നം എന്താ? Q. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് Q. Q എത്ര തന്നിട്ടുള്ളത്? 15 coulomb. ഓക്കെ, പിന്നെന്താ തന്നിട്ടുള്ളത്? ഇൻ 3 സെക്കൻഡ്, 3 സെക്കൻഡ് കൊണ്ട്. അപ്പൊ അടുത്ത മൂല്യം ഏതാ? വാല്യൂ 3 സെക്കൻഡ്. ചിഹ്നം എന്താ? സമയത്തിന് ചിഹ്നം T. അപ്പൊ Q തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ സമവാക്യം എന്താ കാണാൻ പറഞ്ഞതെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ കറന്റ്. വൈദ്യുത പ്രവാഹ തീവ്രത കാണാനാണ് പറഞ്ഞത്. വൈദ്യുത പ്രവാഹ തീവ്രത, കറന്റിന്റെ ചിഹ്നം I. കാണാനുള്ള സമവാക്യം നമ്മൾ നേരത്തെ പറഞ്ഞു, Q/T. കൊടുക്കുക. Q എത്ര തന്നിട്ടുള്ളത്? 15. T എത്ര തന്നിട്ടുള്ളത്? 3. 15/3 എത്രയാണ്? 5. നിർത്താൻ പറ്റുമോ? ഇല്ല, അവിടെ നിർത്തരുത് കേട്ടോ. എന്താ നമ്മൾ കണ്ടെത്തിയത്? കറന്റ്. അതിന് യൂണിറ്റ് എഴുതൽ നിർബന്ധ. കറന്റിന്റെ യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു യൂണിറ്റ്? ഓർക്കുന്നുണ്ടോ? 5 യൂണിറ്റ് ആംപിയർ. അപ്പൊ ആൻസർ ഈസ് 5 ആംപിയർ. ഓക്കെ, ഇതാണ് നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് 2 ആംപിയർ. ഓക്കെ, ഒന്നാമത്തെ മൂല്യം ഇവിടെ എഴുതിയിട്ടാ, 2 ആംപിയർ. Calculate the quantity of charge flowing through it in 10 seconds. മലയാളത്തിൽ നോക്കുക. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത 2 ആംപിയർ ആണെങ്കിൽ ചാലകത്തിലൂടെ 10 സെക്കൻഡ് കൊണ്ട് ഒഴുകുന്ന ചാർജുകളുടെ അളവ് എത്ര? ഏതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? എന്താ ഇതിലുള്ള മൂല്യങ്ങൾ ഏതാന്നുള്ളത്? ഏതൊക്കെ മൂല്യങ്ങൾ നോക്കാം. ഇഫ് കറന്റ് ഫ്ലോയിങ് ത്രൂ കണ്ടക്ടർ ഈസ് 2 ആംപിയർ, ഒരു മൂല്യം കിട്ടി അല്ലെ, 2 ആംപിയർ. രണ്ടാമത്തതോ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഇൻ 10 സെക്കൻഡ്, 10 സെക്കൻഡ്. അതാണ് നമ്മൾ അടുത്ത മൂല്യം, 10 സെക്കൻഡ്. അപ്പോൾ അവ രണ്ടും നമുക്ക് എടുത്തെഴുതാം. ഒന്നാമത്തത് എന്താണ് തന്നിട്ടുള്ളത്? കറന്റ്, ചിഹ്നം I. എത്ര തന്നിട്ടുള്ളത്? 2 ആംപിയർ. ഓക്കെ, രണ്ടാമത്തെ തന്നിട്ടുള്ളത് 10 സെക്കൻഡ്. 10 സെക്കൻഡ് അല്ലെ, സമയമാണ് 10 സെക്കൻഡ്. ചിഹ്നം T. T = എത്ര? 10 സെക്കൻഡ്. അപ്പൊ I തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്. എന്താ നമ്മളോട് കാണാൻ പറഞ്ഞത്? ചാർജുകളുടെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. ചാർജുകളുടെ ചിഹ്നം എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? Q എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ I തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, Q ആണ് കാണാൻ പറഞ്ഞത്. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എന്താ? I = Q/T അല്ലേ? ഇട്ട് കൊടുക്കട്ടോ. I എത്രയാണ്? 2. Q ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, നമുക്കറിയില്ല. Q/T തന്നിട്ടുണ്ട് 10. കാണാൻ പറഞ്ഞത് എന്താ? Q. ഇയാളവിടെ നിർത്തുക. /10 ഇങ്ങോട്ട് കൊണ്ടുവരാ. എന്താ /10 ഇങ്ങോട്ട് കൊടുന്നാൽ × 10 അല്ലേ? അപ്പോ Q സമം 2 × 10. 2 × 10 എത്ര? 20. നിർത്താൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ യൂണിറ്റ് എഴുതൽ നിർബന്ധമാണ്. Q ആണ് ചാർജുകളുടെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ്. യൂണിറ്റ് എന്തായിരുന്നു? കുളോം, C. ഓക്കെ, അപ്പൊ ആൻസർ ഈസ് 20 കുളോം. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഈ ഭാഗത്തുനിന്ന് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വരുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം. നിങ്ങൾ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ട് എന്ന് കേട്ടിട്ടുണ്ടാകും ഇല്ലേ? അത് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പരിശോധിക്കാം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് ഈ വോൾട്ടേജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്. ഞാൻ 2 പോയിന്റുകൾ സങ്കല്പിക്കാം. ഓക്കെ, എ ആൻഡ് ബി, 2 ബിന്ദുക്കൾ, എ എന്നൊരു ബിന്ദുവും ബി എന്നൊരു ബിന്ദുവും. ഇനി ഞാനൊരു പോസിറ്റീവ് 1 കുളോം ചാർജ്, ഈ പോസിറ്റീവ് 1 കുളോം ചാർജിനെ ഞാൻ എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് എത്തിക്കണം. നമുക്കറിയാം, ഒരു വസ്തുവിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവണം? W വർക്ക്, പ്രവൃത്തി ചെയ്യണം, നിർബന്ധമാണ്. അപ്പോൾ ഈ പോസിറ്റീവ് 1 കുളോം ചാർജിനെ ഈ എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് എത്തിക്കാൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക്, ഒരു പ്രവൃത്തി ചെയ്യണം. അഥവാ ഈ പ്രവൃത്തി നമ്മൾ സങ്കല്പിക്കുക, ആ പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ, ജൂൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വർക്കിന്റെ യൂണിറ്റ്, എനർജിയുടെ യൂണിറ്റ്, ഊർജത്തിന്റെയും പ്രവൃത്തിയുടെ യൂണിറ്റ് ഒക്കെ എന്താ? ജൂൾ. അപ്പോൾ ഇവിടെ ചെയ്ത പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ നമുക്ക് പറയാം എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് 1 വോൾട്ടാണ്. ഓക്കെ, നമ്മൾ മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഈ പോസിറ്റീവ് 1 കുളോം ചാർജിനെ എ എന്ന ബിന്ദുവിൽ നിന്ന് ബി എന്ന ബിന്ദുവിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവൃത്തി 2 ജൂളാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് 2 വോൾട്ടാണ്. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം? നോക്ക്, ഒരു പോസിറ്റീവ് 1 കുളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി, അതാണെന്ത്? പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒരിക്കൽ കൂടി നോക്കുക. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ. വർക്ക്, എന്തിന് ചെയ്ത വർക്ക്? ടു മൂവ് എ പോസിറ്റീവ് 1 കുളോം ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ്. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ഒരു പോസിറ്റീവ് 1 കുളോം ചാർജിനെ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയെയാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റു എക്സാമ്പിളുകൾ കൂടി നോക്കാം. ഒരു കുളോം ചാർജിനെ, പോസിറ്റീവ് 1 കുളോം ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് എത്തിക്കാൻ ഇവിടെ 3 ജൂൾ പ്രവൃത്തി ചെയ്തു എന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര ആയിരിക്കും? 3 വോൾട്ട്. ഇനി പോസിറ്റീവ് 1 കുളോം ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും വേറൊരു ബിന്ദുവിലേക്ക് എത്തിക്കാൻ 10 ജൂൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വ്യത്യാസം 10 വോൾട്ട്. ഇനി പോസിറ്റീവ് 1 കുളോം ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് എത്തിക്കാൻ 100 ജൂൾ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 100 വോൾട്ട്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഇതിന്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് പോസിറ്റീവ് 1 കുളോം ചാർജ് ഓർ യൂണിറ്റ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ പോയിന്റ്. അഥവാ പോസിറ്റീവ് 1 കുളോം ചാർജിനെ അല്ലെങ്കിൽ യൂണിറ്റ് ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ പ്രവൃത്തിയെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുക. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ നിർവചനം, ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി പരിശോധിക്കാം. നോക്കുക, ഞാൻ ഇവിടെ നേരത്തെ എടുത്തത് എത്ര കുളോം ചാർജ് ആയിരുന്നു? പോസിറ്റീവ് 1 കുളോം ചാർജ്. പോസിറ്റീവ് 1 കുളോം ചാർജിന് പകരം ഞാനൊരു പോസിറ്റീവ് 2 കുളോം ചാർജ് എടുത്തു. ഓക്കെ, പോസിറ്റീവ് 2 കുളോം ചാർജ് എടുത്തു. ഈ പോസിറ്റീവ് 2 കുളോം ചാർജിനെ എ എന്ന ബിന്ദുവിൽ നിന്നും ബി എന്ന ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ഇവിടെ ചെയ്ത പ്രവൃത്തി ഒരു 10 ജൂൾ ആണെന്ന് സങ്കല്പിക്കാം.
അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ചോദ്യം എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? നോക്കുക, 2 കുളോം ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് എത്തിക്കാൻ എത്ര ചെയ്യണം? 10 ജൂൾ. അങ്ങനെയാണെങ്കിൽ 1 കുളോം ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കാൻ എത്രയായിരിക്കും? 10ന്റെ പകുതി എത്ര? 5 ജൂൾ അല്ലേ? അപ്പോൾ നോക്കുക, 2 കുളോം ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കാൻ 10 ജൂൾ. അങ്ങനെയാണെങ്കിൽ 1 കുളോം ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിക്കാൻ എത്ര വരും? 5 ജൂൾ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച നിർവചനം, ഡെഫിനിഷൻ ഒരിക്കൽ കൂടി പരിശോധിക്കുക. എന്തായിരുന്നു പൊട്ടൻഷ്യൽ വ്യത്യാസം? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പോസിറ്റീവ് 1 കുളോം ചാർജിനെ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തി. ഇവിടെ പോസിറ്റീവ് 1 കുളോം ചാർജിനെ എത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തി എത്രയാണെന്ന് പറഞ്ഞത്? 5 ജൂൾ. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര? 5 വോൾട്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം ഇവിടെ നിന്ന് ലഭിച്ചത്? ഇവിടെ 10 പ്രവൃത്തി 10 ജൂൾ ഉണ്ടായിരുന്നു. എത്ര ചാർജ് ഉണ്ടായിരുന്നു? 2. 10/2 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 5 വോൾട്ട് എന്ന് കിട്ടിയത്. 10 എന്ന് പറയുന്നത് എന്താ? വർക്ക്, പ്രവൃത്തിയാണ് അല്ലേ? 2 എന്ന് പറയുന്നത് എന്താ? ചാർജ്. ചാർജിൻ ചിഹ്നം Q, W/Q. അത് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 5 വോൾട്ട്. വോൾട്ടിന്റെ ചിഹ്നം V. അപ്പോൾ നമുക്ക് കിട്ടി V. ഓക്കെ, അപ്പോൾ V കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ രൂപീകരിക്കാം. എങ്ങനെ? V = W/Q. ഓക്കെ, നിങ്ങൾ നോട്ട് ബുക്കിൽ നിർബന്ധമായും എഴുതി വെക്കുക, മനസ്സിലാക്കി വെക്കുക. V കാണാൻ, പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ V = W/Q. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് നോക്കാം. If 20 joule work is done to move 4 coulomb charge from one point to another, calculate the potential difference. മലയാളത്തിലുള്ളത് നോക്കാം. ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് 4 കുളോം ചാർജിനെ ചലിപ്പിക്കാൻ ആവശ്യമായ പ്രവൃത്തി 20 ജൂൾ ആണെങ്കിൽ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം കണക്കാക്കുക. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? അതിലുള്ള മൂല്യങ്ങൾ, വാല്യൂസ് എടുത്തെഴുതുക. ഓക്കെ, അതിൽ ഏതൊക്കെ മൂല്യങ്ങളുള്ളത്? 20 ജൂൾ. വർക്ക് തന്നിട്ടുണ്ട് 20 ജൂൾ. അപ്പം എടുത്തെഴുതുക. വർക്ക്, പ്രവൃത്തി W = 20 ജൂൾ. ഇനി മറ്റൊരു മൂല്യം ഏതാ? ടു മൂവ് 4 കുളോം ചാർജ്, 4 കുളോം ചാർജിനെ. ഓക്കെ, 4 കുളോം ചാർജിനെ. അപ്പൊ ചാർജിന്റെ ചിഹ്നം Q അല്ലേ? ചാർജ് Q എത്ര തന്നിട്ടുള്ളത്? 4 കുളോം. കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? പൊട്ടൻഷ്യൽ വ്യത്യാസം V അല്ലേ? അപ്പോൾ V കാണാൻ W Q ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതാണ് ഇക്വേഷൻ? V = W/Q. W എത്ര തന്നിട്ടുള്ളത്? വർക്ക്, പ്രവൃത്തി എത്ര തന്നിട്ടുള്ളത്? 20 ജൂൾ. 20/Q എത്ര? 4 കുളോം. 20/4 എത്ര? 5 യൂണിറ്റ്. പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജിന് യൂണിറ്റ് വോൾട്ട്. 5 വോൾട്ട്. ആൻസർ ഈസ് 5 വോൾട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അടുത്തതായിക്കൊണ്ട് നമുക്ക് ഈ പാഠഭാഗത്തിന്റെ അവസാനം വരെ ആവശ്യമായ ഓം നിയമവുമായി ബന്ധപ്പെട്ട 3 സമവാക്യങ്ങളാണ് പഠിക്കേണ്ടത്. നോക്കാം, എന്താണ് ഓം നിയമം? ഓം നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. At constant temperature, voltage is directly proportional to current. അഥവാ താപനില സ്ഥിരമായ അവസ്ഥയിൽ വോൾട്ടതയും കറൻറ്റും നേർ അനുപാതത്തിലാണ്. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്താണ് ഓംസ് ലോ അല്ലെങ്കിൽ എന്താണ് ഓം നിയമം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ അല്ല ആവശ്യം. നമുക്ക് ആ 3 സമവാക്യങ്ങളാണ് നോക്കാം. എന്തായിരുന്നു ഓം നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്? താപനില സ്ഥിരമായാൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാൽ പൊട്ടൻഷ്യൽ വ്യത്യാസം വോൾട്ടേജും
കറന്റ് ഐയും നേർ അനുപാതത്തിലാണ്, അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഈ പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് അനുപാതം മാറ്റിയിട്ട് നമുക്കിവിടെ സമവാക്യം സമം ഈക്വൽ എന്നാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ഥിരസംഖ്യയാണ് 6. ഓക്കെ, പ്രതിരോധം റെസിസ്റ്റൻസ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ R ഇൻറ്റു ഐ ഒന്നും കൂടി വൃത്തിയിൽ എഴുതിയാൽ V ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ നമുക്ക് V കാണാൻ ഒരു ഇക്വേഷനായി. ഇതാണ് ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഇക്വേഷൻ കൂടി രൂപീകരിക്കാം. നോക്കാം, V ഈ I ഇൻറ്റു ആറിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ബൈ ആർ, V ബൈ ആർ ഈക്വൽ ടു I അടുത്ത ഇക്വേഷനായി. ഇനി വീണ്ടും നോക്കാം, V ഈക്വൽ ടു I ഇൻറ്റു ആർ ആണ് അല്ലേ? V ഈക്വൽ ടു I ഇൻറ്റു ആർ, ഈ ഐനെ ഞാൻ ഇങ്ങോട്ട് കൊടുത്താൽ ബൈ I ഈക്വൽ ടു ആർ. അപ്പം നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനായി. 3 ഇക്വേഷൻസ് ഏതൊക്കെ? V ഈക്വൽ ടു I ഇൻറ്റു ആർ, I ഈക്വൽ ടു V ബൈ ആർ, R ഈക്വൽ ടു V ബൈ I. ഇനി ഇത് കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഇല്ലേ? ഒരു ട്രയാങ്കിൾ വരക്കും, ഒരു ത്രികോണം വരക്കും, ഇതിനുള്ളിൽ T എന്നുള്ളൊരു അക്ഷരം എഴുതും, എന്നിട്ട് V I R എന്ന് എഴുതി വെക്കും. ഇനി നോക്കുക, ഇതിൽ നമുക്ക് സമവാക്യം ഈസി ആയിട്ട് രൂപീകരിക്കാം. V എടുത്ത് എഴുതാം, V ഈക്വൽ ടു I ഇൻറ്റു ആർ, V ഈക്വൽ ടു I ഇൻറ്റു ആർ ഒരു ഇക്വേഷനായി. അടുത്തത് I കാണാനാണ്. I കാണാൻ വേണ്ടിയിട്ട് I ഈക്വൽ ടു, ഇവിടെ മുകളിലാണ് V, താഴെ R, V ബൈ ആർ. അപ്പൊ 2 ഇക്വേഷനായി. ഇനി മൂന്നാമത്തെ ഏതാ കാണേണ്ടി? R അല്ലേ? R ഈക്വൽ ടു, മുകളിലാണ് മുകളിൽ V, താഴെ ആര്? I, V ബൈ I. ഓക്കെ, 3 ഇക്വേഷൻസ്. ഈ 3 ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഏതൊക്കെ 3 ഇക്വേഷൻ നോക്കുക? V ഈക്വൽ ടു I ഇൻറ്റു ആർ, I ഈക്വൽ ടു V ബൈ ആർ, R ഈക്വൽ ടു V ബൈ I. അടുത്തതായി ഈ 3 സമവാക്യങ്ങൾ, ഈ 3 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3 ആംപിയർ കറന്റ് flows through a conductor of resistance 10 ohm, find potential difference. അഥവാ 10 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നു, പൊട്ടൻഷ്യൽ വ്യത്യാസം കണക്കാക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇതിലുള്ള മൂല്യങ്ങൾ എടുത്തെഴുതുക എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ മൂല്യങ്ങൾ തന്നിട്ടുള്ളത്? 3 ആംപിയർ അല്ലേ? 3 ആംപിയർ കറന്റ് വൈദ്യുതി തന്നിട്ടുണ്ട്. 3 ആംപിയർ വൈദ്യുതി കറന്റിന് ചിഹ്നം I ഈക്വൽ ടു 3 ആംപിയർ. ഇനി വേറെ എന്താ തന്നിട്ടുള്ളത്? ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 10 ഓം, പ്രതിരോധം 10 ഓം അല്ലേ? പ്രതിരോധം 10 ഓം തന്നിട്ടുണ്ട്. പ്രതിരോധത്തിന്റെ ചിഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താ പ്രതിരോധത്തിന്റെ ചിഹ്നം? R. ഓക്കെ, R എത്ര തന്നിട്ടുള്ളത്? 10 ഓം. അപ്പൊ I തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. എന്താ കാണാൻ പറഞ്ഞത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് V ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. V എങ്ങനെ കാണുക? V കാണാൻ സമവാക്യം എന്താ? V ഈക്വൽ ടു I ഇൻറ്റു ആർ. എന്താ I എത്ര? 3. R എത്ര? 10. 3 ഇൻറ്റു 10 എത്രയാണ്? 30. V ആണ് പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. യൂണിറ്റ് എഴുതൽ നിർബന്ധമാണ്. എന്താ യൂണിറ്റ്? വോൾട്ട്. വോൾട്ടേജ് നമ്മൾ പറഞ്ഞ വോൾട്ട്. അപ്പോൾ കിട്ടിയ ഉത്തരം 30 വോൾട്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് 10 വോൾട്ട് സപ്ലൈ ഈസ് കണക്റ്റഡ് ടു എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 5 ഓം, കാൽക്കുലേറ്റ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. 5 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിനെ 10 വോൾട്ട് സപ്ലൈയുമായി ഘടിപ്പിച്ചാൽ ചാലകത്തിലൂടെ ഒഴുകുന്ന കറന്റ് എത്ര? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിലുള്ള മൂല്യങ്ങൾ നോക്കുക. ഒന്ന് 10 വോൾട്ട് അല്ലേ? 10 വോൾട്ട്, വോൾട്ടിന്റെ ചിഹ്നം V, പൊട്ടൻഷ്യൽ വ്യത്യാസം V സമം 10 വോൾട്ട്. പിന്നെ തന്നിട്ടുള്ളത് റെസിസ്റ്റൻസ്, പ്രതിരോധം 5 ഓം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ 6 സമം 5 ഓം. പ്രതിരോധത്തിന് ചിഹ്നം R ആണ്. 6 സമം 5 ഓം. കാണാൻ പറഞ്ഞത് എന്താ?
കറന്റ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, ചാലകത്തിലൂടെ ഒഴുകുന്ന കറന്റിന്റെ ചിഹ്നം എന്താ? ഐ കാണാൻ വിയും ആറുമുള്ള ഇക്വേഷൻ എന്താ? വി ബൈ ആർ. വി എത്ര? 10. ആർ എത്ര? 5. 10/5 എത്രയാണ്? 2. ഇനി കറന്റാണ്, കറന്റിന്റെ യൂണിറ്റ് നമുക്കറിയാം. എന്താ കറന്റിന്റെ യൂണിറ്റ്? ആംബിയർ. ഓക്കെ, അപ്പൊ 2 ആംബിയർ. ഇതാണ് ഇതിന്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, when 15 volt supply is connected to a conductor, 5 ampere current flows through it, find the resistance of the conductor. ഒരു ചാലകത്തെ 15 വോൾട്ട് സപ്ലൈയുമായി ഘടിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ ബന്ധിപ്പിച്ചപ്പോൾ അതിലൂടെ 5 ആംപിയർ കറന്റ് ഒഴുകുന്നു. ചാലകത്തിന്റെ പ്രതിരോധം കണക്കാക്കുക. ചാലകത്തിന്റെ പ്രതിരോധം എത്ര എന്നുള്ളതാണ് ചോദ്യം. എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? 15 വോൾട്ട് അല്ലെ, 15 വോൾട്ട്, വോൾട്ടേജ് 15 എന്ന് തന്നിട്ടുണ്ട്. വി സമം 15 വോൾട്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്? കണക്റ്റഡ് ടു എ കണ്ടക്ടർ 5 ആംപിയർ അല്ലെ, 5 ആംപിയർ കറന്റ് ഒഴുകുന്നു. 5 ആംപിയർ കറന്റ് ഒഴുകുന്നു. കറന്റിന്റെ ചിഹ്നം ഐ. അപ്പൊ ഐ ഈക്വൽ ടു 5 ആംപിയർ. കാണാൻ പറഞ്ഞത് എന്താ? ഫൈൻഡ് ദ റെസിസ്റ്റൻസ്, പ്രതിരോധം. ചാലകത്തിന്റെ പ്രതിരോധം എത്ര? പ്രതിരോധത്തിന് ചിഹ്നം എന്താ? ആറ് കാണാനാണ്. ഓംനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സമവാക്യം പഠിച്ചിട്ടുണ്ട്. വിയും ഐയും തന്നാൽ ഇങ്ങനെ ആറ് കാണാ. ആർ സമം വി ബൈ ഐ. ആർ ഈക്വൽ ടു വി ബൈ ഐ കൊടുക്കുക. വി എത്ര? 15. ഐ എത്ര? 5. 15 ഹരിക്കണം 5. 15/5 എത്രയാണ്? 3. ഇനി പ്രതിരോധത്തിന്റെ യൂണിറ്റ് എഴുതണം. പ്രതിരോധത്തിന്റെ യൂണിറ്റ് നമുക്കെല്ലാവർക്കും അറിയാം. എന്താ പ്രതിരോധത്തിന്റെ യൂണിറ്റ്? ഓം അല്ലെ. അപ്പോ നമുക്ക് കിട്ടി 3 ഓം, 3 ഓം എന്നാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഓം നിയമവുമായി ബന്ധപ്പെട്ട് 3 സമവാക്യങ്ങൾ പഠിച്ച 3 സമവാക്യങ്ങൾ വെച്ച് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 4ാമത്തെ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കുക എന്താണ് ക്വസ്റ്റ്യൻ എന്ന്. വെൻ എ റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു 12 വോൾട്ട് സപ്ലൈ 3 മില്ലി ആംപിയർ കറന്റ്. ഓക്കെ, 3 മില്ലി ആംപിയർ, ആംപിയർ അല്ല പറഞ്ഞ് 3 മില്ലി ആംപിയർ. എം എ എന്ന് വെച്ചാൽ മില്ലി ആംപിയർ. 3 മില്ലി ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ഇറ്റ്, ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ. മലയാളത്തിൽ നോക്കുക, ഒരു പ്രതിരോധകത്തിനെ 12 വോൾട്ട് സപ്ലൈയുമായി ഘടിപ്പിച്ചപ്പോൾ അതിലൂടെ 3 മില്ലി ആംപിയർ കറന്റ് ഒഴുകിയെങ്കിൽ, എന്താ കാണാൻ പറഞ്ഞത്? അങ്ങനെ ഒഴുകിയെങ്കിൽ പ്രതിരോധകത്തിന്റെ പ്രതിരോധം കണക്കാക്കുക. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണ പോലെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? മൂല്യങ്ങൾ എടുത്തെഴുതാം. എന്തൊക്കെ തന്നിട്ടുള്ളത്? ഇവിടെ 12 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 12 വോൾട്ട്. അപ്പൊ ഏതാ? വി ഈക്വൽ ടു 12 വോൾട്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്? 3 മില്ലി ആംപിയർ കറന്റ്. കറന്റ് എത്രയാണ്? 3 മില്ലി ആംപിയർ. 3 മില്ലി ആംപിയർ ആണ് കറന്റ്. കറന്റിന്റെ ചിഹ്നം ഐ സമം 3 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. എന്താണത്? കറന്റിനെ നമ്മൾ എപ്പോഴും പറഞ്ഞ എന്താ? ആംപിയറിലായിരുന്നു. 2 ആംപിയർ, 3 ആംപിയർ, 4 ആംപിയർ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എന്താ? മില്ലി ആംപിയർ. അപ്പോൾ നമ്മൾ ഈ കറന്റിന്റെ യൂണിറ്റിനെ ആംപിയറിലേക്ക് മാറ്റണം. ഓക്കെ, എന്നെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൃത്യമായ ഉത്തരം ലഭിക്കുകയുള്ളൂ. എങ്ങനെ മില്ലി ആംപിയറിനെ ആംപിയറിലേക്ക് മാറ്റാം? നിങ്ങൾ നോട്ട് എഴുതി വെക്കുക, നിർബന്ധമായും പഠിച്ചു വെക്കുക. മില്ലി ആംപിയറിനെ 1000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ആംപിയർ. ഓക്കെ, മില്ലി ആംപിയറിനെ 1000 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താക്കാം? ആംപിയർ ആക്കി മാറ്റാം. അപ്പോ ഇവിടെ ഈ 3 മില്ലി ആംപിയറിനെ എനിക്ക് എന്താക്കണം? ആംപിയറിലേക്ക് മാറ്റണം. എന്ത് ചെയ്യാ? 3 ഹരിക്കണം ഡിവൈഡഡ് ബൈ 1000 എന്തായി മാറും? ആംപിയർ. അപ്പോ 3 മില്ലി ആംപിയർ 3/1000, 3/1000 ആംപിയർ ആണ്. അപ്പോൾ അതും ഓക്കെ. ഇപ്പൊ നമ്മൾ യൂണിറ്റുകളൊക്കെ കറക്റ്റായി. അപ്പോൾ വി ഉണ്ട്, ഐ ഉണ്ട്. കാണാൻ പറഞ്ഞത് എന്താ? റെസിസ്റ്റൻസ് ഓഫ് ദ റെസിസ്റ്റർ, പ്രതിരോധകത്തിന്റെ പ്രതിരോധം അഥവാ ആർ. റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞത്. എങ്ങനെ ആറ് കാണാം? തൊട്ട് മുന്നേ ചെയ്ത അതേപോലെ തന്നെ എങ്ങനെ ആറ് കാണാം? ആർ സമം വി ബൈ ഐ കൊടുക്കുക. വി എത്ര? 12 അല്ലേ? വി 12 ഹരിക്കണം
I എത്ര 3/1000. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രോബ്ലം ആണെന്ന് തോന്നും. 12 ഹരിക്കണം 3/1000 വലിയ എന്തോ പ്രശ്നമുള്ളതാണെന്ന് വിചാരിക്കേ വേണ്ട. നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. നോക്കാം. 10/5. എനിക്കിതിന് എന്താക്കി എഴുതാം? 10 ഹരിക്കണം 5 10/5 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം ഇല്ലേ? മുകളിലുള്ള സംഖ്യ 10 ഹരിക്കണം താഴെയുള്ള സംഖ്യ 5. 10 ഹരിക്കണം 5. അതേപോലെ എന്ത് ചെയ്യുക? ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ആരെ മുകളിലുള്ളത്? 12 ഹരിക്കണം താഴെയുടെ സംഖ്യ 3/1000. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. 12 ഹരിക്കണം 3/1000. ഇത് നമുക്ക് വേറെ രീതിയിൽ മാറ്റിയതാം. ഈ ഹരണം എന്നുള്ളതിനെ അഥവാ ഡിവിഷൻ എന്നുള്ളതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കാം, ഗുണനം എന്നാക്കാം. അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം. രണ്ടാമത്തെ സംഖ്യനെ വ്യുൽക്രമം ചെയ്യണം, റെസിപ്രോക്കൽ ചെയ്യണം, തിരിച്ചിടണം. എന്താ അതിൻ്റെ അർത്ഥം? 3/1000 തിരിച്ചിടുക. എന്താ വരിക? 1000/3 അല്ലേ? അപ്പൊ നമുക്ക് 12 ഹരിക്കണം 3/1000 എങ്ങനെ എഴുതാം? 12 × 1000/3. ഓക്കെ, നമുക്ക് ചെയ്യാം. 12 ഹരിക്കണം 3 എത്രയാണ്? 4 അല്ലേ? 12 പോയി 3. 12 ഹരിക്കണം 3 4. 4 × 1000. 4 × 1000 4000. ഓക്കെ, നമ്മൾ എന്താ കണ്ടെത്തിയത്? റെസിസ്റ്റൻസ് R, പ്രതിരോധം അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. ആൻസർ ഈസ് 4000 ഓം, 4000 ഓം. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കുക, നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് കൂടി നോക്കുക. കൃത്യമായിട്ട് പഠിച്ചു പോകണം, നിർബന്ധമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വി തന്നു 12 വോൾട്ട്, കറണ്ട് തന്നു 3 മില്ലി ആംപിയർ. മില്ലി ആംപിയർ ആംപിയർക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്തു? 1000 കൊണ്ട് ഹരിച്ചു 3/1000. ഇവിടെ ചില കുട്ടികൾ തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 3/1000 സംഖ്യയാക്കി എഴുതും. 0.003 അങ്ങനെ ഒന്നും എഴുതരുത്. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടി? V/I R = V/I അതിലിട്ട് കൊടുക്കുക. 12 ഹരിക്കണം 3/1000 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 12 ഹരിക്കണം 3/1000. എന്നിട്ട് ചെറിയ ക്ലാസ്സിൽ ചെയ്ത അതേ മെത്തേഡ് 12 ഹരണം മാറ്റി ഗുണനമാക്കുക. രണ്ടാമത്തെ സംഖ്യ തിരിച്ചിടുക. അപ്പോൾ 1000/3. ഇനി സോൾവ് ചെയ്യാൻ സിമ്പിളായിട്ട് 12/3 4 × 1000 എത്ര കിട്ടും? 4000 ഓം. ഓക്കെ, ഇതാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഓംനിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങളും പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്തു. ഏതൊക്കെയായിരുന്നു നമ്മൾ പരിചയപ്പെട്ട ആ ഇക്വേഷൻസ് എന്ന് നമുക്കൊരിക്കൽ കൂടി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ഇക്വേഷൻസും നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. നിർബന്ധമായിട്ടും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യൽ നിർബന്ധമാണ്. എക്സാമിന് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ എടുത്ത ടോപ്പിക്കുകൾ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് വല്ല ഡൗട്ടുകളും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം. അതിനുവേണ്ടി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുമല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള മെയിൽ ID യിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിന് ശേഷമുള്ള ടോപ്പിക്കുകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും ടേക്ക് കെയർ. താങ്ക് യു.